നമ്മളെല്ലാം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒന്നാണ് സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ശതാബ്ദി സന്ദേശ യാത്ര. ആ യാത്രയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ബഷീർ ഫൈസി ഉസ്താദ്, നമുക്ക് അറിയില്ല എന്താണ് ഈ യാത്ര, എങ്ങനെയാണ് ഈ യാത്ര, അതിൽ എത്ര അംഗങ്ങളായിരിക്കും, എവിടെയൊക്കെ ആയിരിക്കും ഇവർക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത്, ആ യാത്രയുടെ രൂപവും കെട്ടും മട്ടും സ്വഭാവവും ഒക്കെ എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. നമുക്ക് നേരെ ഉസ്താദിലേക്ക് കടക്കാം. ഉസ്താദ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മൾ ഇനിയിപ്പോൾ സംസാരിക്കുമ്പം ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിൽ ഈ യാത്രയ്ക്കുള്ളത്. ഈ യാത്ര എങ്ങനെയാണ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും ഈ യാത്ര? കാരണം ജിഫ്രി തങ്ങളുടെ യാത്ര എന്ന് പറയുന്നതും സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ സമസ്തയുടെ അധ്യക്ഷൻ നടത്തുന്ന ഒരു യാത്ര എന്ന നിലയിലും പൊതുസമൂഹം അതിനെ വളരെ വലിയൊരു തരത്തിൽ നോക്കി കാണുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊക്കെ അതിനെ കാണേണ്ടത്? മാഷാ അല്ലാഹ്, സമസ്തയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ധാരാളം പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സയ്യിദുൽ ഉലമയുടെ ശതാബ്ദി സന്ദേശയാത്രയാണ്. സമസ്തയുടെ ചരിത്രത്തിൽ ഒട്ടേറെ യാത്രകൾ നടന്നിട്ടുണ്ട്. പക്ഷെ സമസ്തയുടെ അധ്യക്ഷൻ നടത്തുന്ന ആദ്യത്തെ യാത്രയായിരിക്കും ഇത് എന്ന് മാത്രമല്ല, ഈ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകത, ഇതൊരു 100ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന യാത്രയാണ്. അടുത്ത നൂറ്റാണ്ടിൽ ഞാനുണ്ടാവില്ല, റാഷി ഉണ്ടാവില്ല, ഇത് കേൾക്കുന്ന നമ്മുടെ ആരും ഉണ്ടാവില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഇങ്ങനെ 200ാം സമ്മേളനം നടക്കുമ്പോൾ ഒരുപക്ഷേ സമസ്തക്ക് സേവനം ചെയ്ത മഹാന്മാരായ നേതാക്കന്മാർ ശാരീരികമായി ഈ സമ്മേളനത്തിന് അവരില്ല. ആത്മീയമായി ശംസുലുമയും കണ്ണിയത്ത് ഉസ്താദൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമസ്തക്കാർക്ക് മാത്രം ലഭ്യമായ ഒരു തൗഫീക്കാണ്. അപ്പോൾ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് കേവലം പൊളിറ്റിക്കൽ യാത്ര നടക്കാറുണ്ട്, സാംസ്കാരിക സംഘടനകൾ യാത്ര നടത്താറുണ്ട്, മതസംഘടനകൾ നടത്താറുണ്ട്. അതുപോലെ ഒരു ക്ലീഷേ പോലെയുള്ളൊരു യാത്രയല്ല. ഇതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഈ യാത്രയ്ക്ക്. അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമസ്തയുടെ വിദ്യാഭ്യാസ, സാമൂഹിക, ആത്മീയ പ്രവർത്തനങ്ങളെ ഈ യാത്രയിലുടനീളം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തെ, ഒരു ഇസ്ലാമിക സമൂഹത്തിന് ഒരുപക്ഷെ സമസ്തയെപ്പോലെയുള്ള ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സംഘടനയെക്കുറിച്ച് കൃത്യമായി അറിയാം. പൊതുസമൂഹത്തിനും സമസ്തയെക്കുറിച്ച് അറിയാം. പക്ഷെ അതിൻ്റെ ഉള്ളടരുകളിലേക്ക് അതുകൂടി പൊതുസമൂഹത്തിന് സമർപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം ഇതിനുണ്ട്. അതുപോലെ 100ാം വാർഷികത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്.